ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബേർഡ്സിന് കൊടുക്കുന്ന ഫുഡിൻ്റെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേർഡ്സിനെ കേജിനകത്തിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ ബേർഡ് കീപ്പർ. അപ്പോൾ ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയാണ് 1 വീക്കിലത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. പനിക്കൂർക്കയൊക്കെ പറിച്ച് ബേർഡ്സിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വന്ന അപ്പോൾ ഞാൻ 1 വീക്കത്തേക്ക് ഞാൻ എങ്ങനെയാണ് ബേർഡ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. സോഫ്റ്റ് ഫുഡ് മിക്സ്, സ്പ്രൗട്ടഡ് മൂങ് ദാൽ, വീറ്റ്, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഓരോ ആഴ്ചയ്ക്കുള്ളത് എൻ്റെ ബേർഡ്സിന് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ റൊട്ടീൻ ഞാൻ ഇയർ അറൗണ്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ബേർഡ്സിൻ്റെ ഹെൽത്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വളരെ ചുരുക്കമേ എൻ്റെ ബേർഡ്സുകൾ മരിച്ചു പോകാറുള്ളതോ അല്ലെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാറുള്ളതോ ഒക്കെ ചെയ്യാറുള്ളത്. കാരണം ഞാൻ പ്രിവെൻറ്റീവായിട്ടുള്ള കെയറാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത്. വന്നു കഴിഞ്ഞ് നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നമ്മൾക്കത് വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഫുഡിനകത്തിൽ ഞാൻ മിക്സ് ചെയ്യുന്ന പല സംഭവങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. മൂങ് ദാൽ, നമ്മുടെ ചെറുപയർ, വീറ്റ്, ഇതുപോലെ മിക്സ്ഡ് സീഡ്, ഇതെല്ലാം ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. കുറേ എനിക്ക് എപ്പോഴും പോയി വാങ്ങിക്കാൻ മേലാത്തതുകൊണ്ട് അത് എൻ്റെ ബേർഡ്സിൻ്റെ അളവനുസരിച്ച് ഒരാഴ്ചത്തേക്ക് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെക്കും. പച്ചപ്പയറും ഗോതമ്പും ഞാൻ സ്പ്രൗട്ടാക്കിയാണ് കൊടുക്കാറുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിനാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അത് ഹൈ ഇൻ പ്രോട്ടീന്, കാൽസ്യം, സിങ്ക്, മാഗ്നീഷ്യം, പിന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഞാൻ കുറച്ച് സീഡ്സാണ് ബേർഡ്സിൻ്റെ കേജുകളിൽ വെക്കാറുള്ളത്. അത് സ്ഥിരമായിട്ട് അവരുടെ കേജിൽ എപ്പോഴും അവരുടെ ഒരു ബൗളിൽ സീഡ് മിക്സ് കാണും. എന്നാലും അത് ചുമ്മാ വേസ്റ്റാക്കി ഇതാകുമ്പം ഞാൻ 1 സ്പൂൺ പെർ പെയറിനാണ് കൊടുക്കുന്നത്. ലവ് ബേർഡ്സിൻ്റെ കാര്യത്തിൽ കോക്കറ്റെയിൽസിന് ഒരു 1.5 സ്പൂൺ കൊടുക്കും. മറ്റേ സൺ കൊണൂർ, ക്രിംസൺ കൊണൂർ, വലിയ ബേർഡ്സിന് ഞാൻ 2 സ്പൂണാണ് കൊടുക്കാറുള്ളത്. ഏത് സീഡ് മിക്സ് ആണെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്ത് അത് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വേണം അത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. സോക്ക് ചെയ്ത് വെക്കുമ്പോഴും ആ തുണി 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ അങ്ങനെ സോക്ക് ചെയ്ത് വെക്കരുത്. അങ്ങനെ ചെയ്താലും ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ അത് ഒന്നും കൂടെയും എടുത്ത് വാഷ് ചെയ്ത് കുറച്ച് ആപ്പിൾ സൈഡർ വിനിഗർ ഒഴിച്ച് വേണം വെക്കാനായിട്ട്. അപ്പം ഫംഗസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ മൂങ് ദാലിനകത്തിലും ഗോതമ്പിനകത്തിലും ഞാൻ ആപ്പിൾ സൈഡർ വിനിഗർ ഒഴിക്കാറില്ല. ഈ മിക്സ്ഡ് സീഡ് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ഞാൻ മെയിൻലി ആപ്പിൾ സൈഡർ വെച്ച് സോക്ക് ചെയ്യാറുള്ളത്. കാരണം അത് നമ്മൾ ഓവർനൈറ്റ് അത് വെള്ളത്തിനകത്താണ് ഇരിക്കുന്നത്. മറ്റേത് നമ്മൾ വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റി ഉണങ്ങിയ തുണിക്കകത്ത് പൊതിഞ്ഞ് മാറ്റി വെക്കുകയാണ്, അധികം വെള്ളം ഇല്ലാത്ത. അപ്പോൾ അത് കുറേ കൂടെ ഡ്രൈ ആണ്. എന്നാലും നമ്മൾ ബേർഡ്സിന് കൊടുക്കുന്നതിന് മുന്നേ അതൊന്നും കൂടെ വാഷ് ചെയ്തിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച സീഡ്സ്, ഇപ്പോൾ അത് ഓൾറെഡി 24 hours ആയാലോ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബേർഡ്സിന് കൊടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ മിക്സ്ഡ് സീഡ്സ് ആണ് കൊടുക്കുന്നത്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ആഴ്ചയിൽ 4 ദിവസമാണ് ഈ സോഫ്റ്റ് ഫുഡ് മിക്സ് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്നുവെച്ചാൽ 4 ദിവസമായിട്ട് മാറ്റിയിട്ട് ഇടയ്ക്കുള്ള 2 ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ലീഫായിരിക്കും കൊടുക്കുന്നത്. ഒന്നെങ്കിൽ മുരിങ്ങ ലീഫ് അല്ലെങ്കിൽ പാലക്ക്, നമ്മുടെ സ്പിനച്ച് ലീഫ്. ഇങ്ങനെ ഈ മിക്സ്ഡ് സീഡ്സ് അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ദാലൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അതിനകത്തിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ, ലീവ്സ്, മിൻറ്റ് ലീഫ് അല്ലെ കൊറിയാണ്ടർ ലീഫ്, ഇതൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിനകത്തിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഒരു എക്സ്ട്രാ ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, എന്നാൽ ബേർഡ്സിന് നല്ലതായിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഏത് ലീഫ് നമ്മൾ ബേർഡ്സിന് കൊടുക്കാനെടുത്താലും ഏത് ക്ലൈമറ്റ് കണ്ടീഷനിലാണെങ്കിലും അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. സ്പ്രൗട്ടഡ് ദാൽ, സ്പ്രൗട്ട് മിക്സിനകത്തിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യവും സിങ്കും മാഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ബേർഡ്സിൻ്റെ ഗ്രോത്തിനും നല്ല ഈസി ആയിട്ട് ഡൈജഷൻ ചെയ്യാനും ഒക്കെ ഇത് ബെറ്ററാണ് ഡ്രൈ സീഡ്സിനെക്കാട്ടിലും. പിന്നെ ഇവരുടെ ഫെദർ ഗ്രോത്തിനും നാച്ചുറൽ ഫോർജിങ് ബിഹേവിയറിനെയും ഇത് എൻകറേജ് ചെയ്യും, ഈ ഗോതമ്പും പയറും ഒക്കെ മുളപ്പിച്ച് കൊടുക്കുമ്പോൾ. വലിയ ബേർഡ്സിന് ഞാൻ ഫ്രൂട്ട്സ് ഇതുപോലെ എൻ്റെ കയ്യിൽ എന്ത് ഫ്രൂട്ടാണോ അന്നുള്ളത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ, കാരണം കുറേ ബേർഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും ഒരെണ്ണം വെച്ചെടുക്കും. അപ്പോൾ കാരണം അല്ലാമ്പോൾ ഒരെണ്ണം മാത്രം ആകത്തില്ലല്ലോ, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചോയ്സ് കൊടുക്കാൻ വേണ്ടി
ഞാൻ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സൺകണൂറിനൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും ഈ സ്പ്രൗട്ട് മിക്സ് അല്ലെങ്കിൽ സീഡ് മിക്സും കൂടെ ആണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ലവ് ബേർഡ്സിന് ഞാൻ ഈ സീഡ് മിക്സും ഈ വെജിറ്റബിളിൻ്റെ മിക്സും മാത്രമാണ് കൊടുക്കുന്നത്. കാരണം അവരത് വേസ്റ്റാക്കി കളയത്തുള്ളൂ, കഴിക്കുകയില്ല. ഞാൻ ഈ ചീര, ലെറ്റ്യൂസ്, ക്യാബേജ് ഇങ്ങനെയുള്ള ഒത്തിരി വെറ്റായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ഈ വിൻ്റർ സമയത്ത് കൊടുക്കുകയില്ല. കാരണം എന്തെങ്കിലും ഡയറിയ ഒക്കെ വന്നെങ്കിലും. പിന്നെ ഇപ്പം എൻ്റെ ബേർഡ്സ് ബ്രീഡിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിക്സും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഗാർലിക്ക്. ഇയർ അറൗണ്ട് എപ്പോഴും യൂസ് ചെയ്യും. വീക്ക്ലി വൺസ് അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1-2 ഗാർലിക്ക് ക്രഷ് ചെയ്ത് ഇവരുടെ ആ ഫുഡ് മിക്സിനകത്തിൽ ആഡ് ചെയ്യും. ഗാർലിക്കിന് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി പാരസൈറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മേത്ത് ഫ്ലീസ് ഒന്നും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ ഇവരുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നതാണ് ആപ്പിൾ സൈഡർ വിനിഗർ. ഇത് അവരുടെ ഫെദർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. ഇനിയും മോനെ സ്കൂളിൽ വിട്ട് ഡോഗ്സിനെയൊക്കെ വാക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കേജിൽ പോയി കൊടുക്കും. ഇപ്പം 5:30 ആയതേ ഉള്ള സമയം. ബാക്കി നമ്മൾ അവിടെ താഴെ വെച്ചേക്കുന്ന ഫുഡുകളെല്ലാം ഞാൻ റെഫ്രിജറേറ്റ് ചെയ്യാറാണ് പതിവ്. കാരണം എല്ലാ ദിവസവും എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ചതൊന്ന് വാം ആക്കും. കാരണം വെറ്റ് ഫുഡ്, അധികം കോൾഡായിട്ടുള്ള ഫുഡ് ഞാൻ ബേർഡ്സിന് കൊടുക്കാറില്ല. ഒന്നുകിൽ അത് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എടുത്ത് പുറത്ത് വെക്കാറാണ്. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇച്ചിരുന്ന് വാം ആകും. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഞാനതൊന്ന് വാം ആക്കും. അതാകുമ്പോൾ ബേർഡ്സിന് അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. എൻ്റെ എല്ലാ ബേർഡ്സിനെയും ഞാനിപ്പം ബ്രീഡിങ് കേജിലൊക്കെ ആക്കിയിരിക്കുന്നതുകൊണ്ട് അവർ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഈ ഫുഡ് വരുമ്പോഴത്തേക്ക്. കാരണം അവർക്കറിയാം അവർക്ക് നല്ല യമ്മി ആയിട്ടുള്ള ഫുഡ് കിട്ടുമെന്ന്. സൺകണൂറും ക്രിംസൺ കണൂറിനും ശരിക്കും ഏജ് ആയിട്ടില്ല ബ്രീഡാകാനായിട്ട്. പക്ഷേ ഞാൻ വെറുതെ ബോക്സ് വെച്ചിരുന്നുള്ളതേ ഉള്ളൂ. ആകുവാണെങ്കിൽ ആകട്ടെ എന്നുള്ള രീതിയിൽ. സൺകണൂറിന് 1 ഇയർ ആയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവർ ബ്രീഡ് ചെയ്യണമെന്നും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അവരിപ്പോഴും കുഞ്ഞല്ലേ. ഞാൻ പിന്നെ അവർ മറ്റുള്ള ബേർഡ്സിനെ ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ അവരെ കേജിലാക്കിയേക്കുന്നത്. കോക്കറ്റെയിൽസിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടാണ് അവരെ ഞാൻ സെപ്പറേറ്റ് കേജിലാക്കിയേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു വിടാറുണ്ട്. എൻ്റെ ലവ് ബേർഡ്സിന് ഞാൻ ഈ സെയിം ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അവർക്ക് നന്നായിട്ടത് ഫുഡ് എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വലിയ കടലകളൊക്കെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. അതാകുമ്പം അവർക്ക് അത് കഴിക്കാൻ പറ്റുമല്ലോ ഈസി ആയിട്ട്. ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ അവർക്ക് ഇതുപോലുള്ള ഫുഡ് എപ്പോഴും അവരുടെ കേജിൽ കൊടുക്കും. കാരണം അഥവാ ചിക്സൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് അവർക്ക് പോയി ഫുഡ് കൊടുക്കാനും ഇവർക്കുള്ള ഫുഡ് ഇവർ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. അവർ ടയേർഡായിട്ടിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ബേർഡ്സിൻ്റെ ഹെൽത്ത്. ഇത് കഴിഞ്ഞ ബ്രീഡിംഗ് സീസൺ കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുന്ന എൻ്റെ ലവ് ബേർഡ്സാണ്. അടുത്ത ബ്രീഡിംഗ് സീസണിലേക്ക് ഞാൻ കണ്ടീഷൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ബ്രീഡിംഗ് റിസൾട്ടുമായിട്ട് വരാമേ.